ധർമ്മസ്ഥല കേസിൽ മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയ കോടതിയിലെ ജഡ്ജി കേസിൽ വാദം കേൾക്കുന്നതിൽ നിന്ന് പിന്മാറി. നേരത്തെ കർണാടക ഹൈക്കോടതി ഹർജി വീണ്ടും പരിഗണിക്കാൻ കീഴ്ക്കോടതിയോട് നിർദ്ദേശിച്ചിരുന്നു. ധർമ്മസ്ഥല ട്രസ്റ്റിന്റെ കീഴിലുള്ള കോളേജിലാണ് പഠിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പിന്മാറ്റം. KB ശ്രീധരൻ വിവരങ്ങളുമായി. ശ്രീധരൻ, മാധ്യമങ്ങളെ വിലക്കിയത് നേരത്തെയും വിമർശന വിധേയമായിരുന്നതാണ്. അതിനിടയിലെ ഈ നാടകീയ പിന്മാറ്റത്തെ എങ്ങനെ വേണം കാണാൻ? രതീഷ, ഈ മാധ്യമ വിലക്ക് സുപ്രീം കോടതി വരെ എത്തിയതാണ്. പിന്നീട് കീഴ്ക്കോടതിയിലേക്ക് പോകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതി ഈ കേസ് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിന്റെ ഹർജി പരിഗണിച്ചിരുന്നു. ആ ഹർജി പരിഗണിച്ച് കീഴ്ക്കോടതി ജഡ്ജിയോട് ഇത് വീണ്ടും ഈ കേസ് പരിഗണിക്കാൻ അല്ലെങ്കിൽ ആ യൂട്യൂബ് ചാനലിലുള്ള വിലക്ക് നീക്കിക്കൊണ്ട് ഈ കേസ് വീണ്ടും പരിഗണിക്കണം എന്നുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഏതായാലും ആ കേസ് ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് ജഡ്ജിയുടെ നാടകീയമായിട്ടുള്ള പിന്മാറ്റം വന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ ധർമ്മസ്ഥല ട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു കോളേജിലാണ് അല്ലെങ്കിൽ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ മാധ്യമ വിലക്കിനെതിരെ വലിയ വിമർശനം പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെ ഈ കേസ്, ഈ മാധ്യമ വിലക്കുമായി ബന്ധപ്പെട്ട കേസ് ഇദ്ദേഹത്തിന്റെ ബെഞ്ചിൽ നിന്ന് മാറ്റണമെന്ന് ഒരു കൂട്ടം അഭിഭാഷകരും ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജഡ്ജിയുടെ പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ പ്രതികരണങ്ങൾ ഒന്നുമില്ല. പ്രത്യേകിച്ച് SIT അന്വേഷണം അവിടെ തുടരുകയാണ്. ഇന്നിപ്പോൾ 11 സ്പോട്ടുകൾ ഇതിനോടകം തന്നെ തിരഞ്ഞു കഴിഞ്ഞു. ഇന്നിപ്പോൾ ഉൾക്കാട്ടിലുള്ള ഒരു സ്പോട്ടിലാണ് പരിശോധന നടക്കുന്നത്. അതായത് നേരത്തെ മാർക്ക് ചെയ്ത് നൽകിയ ആ 13 സ്പോട്ടിൽ കൂടാതെ മറ്റൊരു സ്പോട്ടിലാണ് ഇന്നിപ്പോൾ തിരച്ചിൽ ഒക്കെ നടക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ കിട്ടിയ 6-ാം ദിവസം കിട്ടിയ ആ അസ്ഥികൂടം ഇത് ആരുടേതാണ് എന്ന് ഇതുവരെ കണ്ടെത്താനുമായിട്ടില്ല. ഏതായാലും സർക്കാർ കൃത്യമായിട്ട് SIT കേസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസവും ആഭ്യന്തരമന്ത്രി G. പരമേശ്വര പ്രതികരിച്ചത്. ഏതായാലും യാതൊരു തരത്തിലുള്ള ഇടപെടലോ സമ്മർദ്ദമോ സ്വാധീനമോ ഈ SITക്ക് മേൽ ഉണ്ടാവില്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും SITയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടെയാണ് മാധ്യമ വിലക്ക് വരുന്നു. ഇപ്പോൾ ആ മാധ്യമ വിലക്കിനെതിരെയുള്ള കോടതി നിയമ നടപടികൾ ഇപ്പോൾ അവിടെ നടക്കുകയും ചെയ്യുന്നു. അതിനിടയിലാണ് ജഡ്ജിയുടെ പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത്.